കരങ്ങൾ വീശി നമുക്ക് പാടാം. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. ഒരിക്കൽ കൂടി നമുക്ക് ചേർന്ന് പാടാം. ഹല്ലേലൂയ 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 ആമേൻ. ഇരുകരങ്ങൾ സ്വർഗ്ഗത്തിൽ ഉയർത്തി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ 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 യേശുവേ യേശുവേ ജീവാഗ്നിയേ യേശുവേ 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 ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ യേശുവേ നമ്മോടൊപ്പമാകുവാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് ജീവന്റെ അപ്പമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ യേശുവേ നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ യേശുവേ ഉണ്ടായിരിക്കട്ടെ. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും സകല മഹത്വങ്ങളും ഒരു സക്രാരിയിൽ ഒളിപ്പിച്ചു വെച്ച് തൂവെള്ള ഓസ്തിയായി ഞങ്ങളുടെ മധ്യത്തിൽ സന്നിഹിതനായിരിക്കുന്ന പൊന്നുതമ്പുരാനെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. സർവശക്തനായ പൊന്നീശോയെ, ഞങ്ങളുടെ ജീവിതങ്ങളെ ഏറ്റെടുത്ത് ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് വേണ്ടി സകലവും ത്യജിച്ച പരിശുദ്ധനെ, നിന്റെ പരിശുദ്ധിയിലേക്ക് ഞങ്ങളെ വിളിച്ചിരിക്കിയാൽ നന്ദിയോടെ അങ്ങേ ആരാധിക്കുന്നു. അപ്പാ, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 3-ാം അധ്യായം 6-ാം തിരുവചനം. പത്രോസും യോഹന്നാനും ജെറുസലേം ദേവാലയത്തിന്റെ സുന്ദര കവാടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ജന്മനാ മുടന്തനായ ഒരുവൻ എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അവരുടെ നേരെ കൈകൾ നീട്ടുമ്പോൾ പത്രോസ് ഇപ്രകാരം പറയുന്നുണ്ട്: വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. സർവശക്തനെ, ഞങ്ങളുടെ ജീവിതങ്ങളിലെ മറ്റുള്ളവരെ എഴുന്നേൽപ്പിക്കുവാൻ, മറ്റുള്ളവരുടെ തകർച്ചയിൽ നിന്ന്, തളർച്ചയിൽ നിന്ന് അവരെ കരം പിടിച്ച് എഴുന്നേൽപ്പിക്കുവാൻ എൻ്റെ ജീവിതത്തെ ഞാൻ ഉപയോഗിക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, നമുക്ക് ഈ പ്രഭാതത്തിൽ ഒന്ന് ചിന്തിക്കാം. വചനം പറയുന്നു, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാതെ കാണപ്പെടാതെ ദൈവത്തെ സ്നേഹിക്കുവാൻ സാധ്യമല്ല. അവരന് നന്മ ചെയ്യുവാൻ നിന്റെ ജീവിതത്തെ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ ഉള്ളവനിൽ നിന്ന് ഉള്ളതുകൂടി ഞാൻ എടുക്കപ്പെടുമെന്ന് വചനം പ്രസ്താവിക്കുന്നു. പ്രിയമുള്ളവരെ, നിന്റെ സമ്പത്ത് കൊണ്ട്, നിന്റെ ആരോഗ്യം കൊണ്ട്, നിന്റെ സമയം കൊണ്ട് അവരെൻ്റെ സഹായത്തിന് എത്തുന്നില്ലെങ്കിൽ നിന്റെ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? മത്തായി ശ്ലീഹാ തന്റെ സുവിശേഷം 25-ാം അധ്യായത്തിൽ പ്രസ്താവിക്കുന്നു, അന്ത്യവിധി ദിവസത്തിൽ അവൻ നിന്നോട് ചോദിക്കും, എനിക്ക് വിശന്നു, നീ എനിക്ക് ഭക്ഷണം തന്നോ? എനിക്ക് ദാഹിച്ചു, നീ എന്നെ കുടിപ്പിച്ചോ? ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നീ എന്നെ സന്ദർശിച്ചോ? ഞാൻ രോഗിയായിരുന്നു, നീ എന്നെ അന്വേഷിച്ചോ? പ്രിയമുള്ളവരെ, സ്വന്തം ഭവനത്തിൻ്റെ അടുക്കൽ അല്ലെങ്കിൽ സ്വന്തം ഭവനത്തിൻ്റെ പടിവാതിൽക്കൽ ഒരു ലാസർ അന്തി ഉറങ്ങുന്നുണ്ടോ എന്ന് നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിന്റെ ജീവിതത്തിലേക്ക് കാണുന്ന നന്മയൊക്കെയും തമ്പുരാൻ തന്നിട്ടും അത് നീ പങ്കുവെക്കുവാൻ തയ്യാറാണോ? യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം 27-ാം തിരുവചനം പറയുന്നു, അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരെ സഹായിക്കുന്നവനാണ് യഥാർത്ഥ ഭക്തൻ. നമുക്കും ഭക്തിയുണ്ടെന്ന് നമ്മൾ ചിന്തിക്കാറില്ലേ? നടിക്കാറില്ലേ? നീ അവരുടെ വേദനകളിൽ പങ്കുചേരുവാൻ നീ ഒപ്പം കൂടുന്നുണ്ടോ? നിന്റെ ചുറ്റുമുള്ള അനാഥരെയും വിധവകളെയും ഒന്ന് താങ്ങുവാൻ, ഒന്ന് ചേർത്ത് പിടിക്കുവാൻ, നിന്റെ ഉള്ളിലുള്ള ക്രിസ്തുവിനെ അവർക്ക് കൊടുക്കുവാൻ
നിന്റെ സമ്പത്ത് പങ്കുവയ്ക്കുവാൻ, നിന്റെ ജീവിതം പങ്കുവയ്ക്കുവാൻ, നിന്റെ ആരോഗ്യവും ആയുസ്സും നിന്റെ സമയവും അവർക്ക് വേണ്ടി പങ്കുവയ്ക്കുവാൻ. പത്രോസ് മുടന്തനായവനെ ക്രിസ്തുവിനെ കൊടുത്തുകൊണ്ട് എഴുന്നേൽപ്പിച്ചതുപോലെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉത്തരവാദിത്വമുണ്ട്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഹോസ്തിയായി അവൻ കടന്നു വരുമ്പോൾ ആ ക്രിസ്തുവിനെ അവരന് വേണ്ടി കൊടുക്കുവാൻ നീ ഇന്ന് തയ്യാറാണോ? നിന്റെ ജീവിതം നന്മയുള്ളതായിരിക്കട്ടെ. നിന്റെ ജീവിതത്തിൽ നീ ശ്രദ്ധിക്കുക, നിന്റെ പടിവാതിൽക്കൽ ഒരിക്കലും ഒരു ലാസർ ഉണ്ടാകാൻ പാടില്ല. അവരെൻ്റെ കണ്ണുനീര് തുടയ്ക്കുന്നവനാണ് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി. കണ്ണുനീര് കണ്ട് മനസ്സലിയുന്നവനാണ് ക്രിസ്തുവിൻ്റെ മക്കൾ. അവൻ്റെ മക്കളായിരിക്കുന്ന നമ്മൾ ഒരിക്കലും മുറിവ് കൊടുക്കുന്നവരായിട്ടല്ല, മുറിവ് വെച്ച് കെട്ടുന്നവരായിട്ട് മാറപ്പെടട്ടെ. പ്രിയമുള്ളവരെ, നമ്മളെ വിളിച്ചിരിക്കുന്ന വിളിയോഗ്യതയോടുകൂടി ആയിരിക്കുവാൻ തമ്പുരാന്റെ മുന്നിൽ അവരെൻ്റെ കണ്ണുനീരൊപ്പുന്നവരായി, അവരെൻ്റെ സങ്കടങ്ങളിൽ പങ്കുചേരുന്നവനായി, പരസ്നേഹമുള്ളവരായി ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഈ പ്രഭാതത്തിൽ നമ്മൾ എത്തിച്ചുകൊണ്ട് നമുക്ക് ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി അവനെ ആരാധിക്കാം, സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. Hallelujah.